എന്നൊക്കെ ഞാൻ വിസ്തരിച്ചവളോട് പറഞ്ഞു. എങ്കിലും ഇങ്ങനെ നടന്നു വരുന്ന കണ്ണനെ അവൾ ആദ്യമായിട്ട് കാണല്ലേ. ദാ കണ്ടോ, നീ പ്രാർത്ഥനയോടെ കാത്തിരുന്ന കണ്ണനെ. വാ കണ്ണ. ഇപ്പോ ആരുടെയും കൈ പിടിക്കാതെ നടക്കല്ലേ? ആ, ഇയാൾ ഇടയ്ക്കിടയ്ക്ക് എന്റെ കൈ പിടിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഞാൻ പക്ഷെ സമ്മതിക്കില്ല. സന്തോഷായി കണ്ണേട്ടാ. എത്രയോ നാളത്തെ കാത്തിരിപ്പാ ഇപ്പൊ ഫലം കണ്ടിരിക്കുന്ന. ഇതിന്റെ പിന്നില് ഒരുപാട് പേരുടെ സഹായമുണ്ട്, പ്രാർത്ഥനയുണ്ട്. എങ്കിലും ഒരുപാട് ഒരുപാട് നന്ദി പറയേണ്ടത് ദാ ഈ നിൽക്കുന്ന എന്റെ മഹിക്ക. അത് ഉറപ്പല്ലേ? മഹി കണ്ണേട്ടന്റെ ജീവിതത്തിലേക്ക് വന്നില്ലായിരുന്നെങ്കിൽ ഈ അത്ഭുതങ്ങളൊന്നും സംഭവിക്കില്ലായിരുന്നു. അത് ആരുടെ മുന്നിലും ആത്മവിശ്വാസത്തോടെ പറയാൻ എനിക്കൊരു മടിയുമില്ല. എനിക്കൊരു പുനർജന്മം തന്നത്, ജീവിക്കണമെന്ന് എനിക്കൊരു മോഹം ഉണ്ടാക്കിയത് ദേ ഇയാള് തന്നെയാ. ഞാൻ നന്ദി അത്രയും പറയുന്നത് ആ മാർക്കോയ്ക്കാ. മാർക്കോ ഇല്ലായിരുന്നെങ്കിൽ ഇങ്ങനെ നടന്നു വരുന്ന കണ്ണേട്ടനെ എനിക്ക് കാണാൻ പറ്റില്ലായിരുന്നു. ലേഖേ, അനന്തോട്ടൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു. എത്ര കൊണ്ടാലും പഠിക്കാത്ത ചിലരുണ്ട് കണ്ണേട്ടാ. അവര് അവരുടെ കർമ്മത്തിൽ നിന്ന് മാറി ചിന്തിക്കില്ല. അവിടെ തോമസ് സാറ് പറഞ്ഞതുപോലെ തന്നെ കണ്ണേട്ടൻ കേൾക്കണം. കണ്ണേട്ടന്റെ ശത്രുക്കൾ ഒരിക്കലും അറിയരുത് കണ്ണേട്ടൻ നടന്നു തുടങ്ങിയത്. ഇപ്പോഴും ശത്രുക്കളെ സന്തോഷിപ്പിച്ചിട്ടാ ഞങ്ങൾ വരുന്നത്. ഞാൻ വീൽ ചെയറിൽ വളരെ പ്രയാസപ്പെട്ട് കാറിലേക്ക് കയറുന്നത് സന്തോഷത്തോടെയാ ഇയാളുടെ രണ്ടാനച്ഛനും അയാളുടെ അമ്മയൊക്കെ നോക്കിയത്. മഹിയുടെ അമ്മ കണ്ടല്ലോ കണ്ണൻ നടക്കുന്നത്. കണ്ടു. ഞങ്ങളുടെ വിവാഹ സമയത്ത് അമ്മ ഒരുപാട് വിഷമിച്ചതാ. എന്നെ മനഃപൂർവ്വം ചതിക്കാൻ വേണ്ടിയാ കണ്ണേട്ടനെ പോലൊരാളെ കണ്ടെത്തിയെന്നായിരുന്നു അമ്മയുടെ ചിന്ത. പിന്നത് മാറ്റിപ്പറഞ്ഞ എന്റെ അമ്മയ്ക്ക് ഇന്നത്തെ ദിവസം ലോകം പിടിച്ചടക്കിയ സന്തോഷായിരുന്നു. അപ്പോഴേ അതൊക്കെ എവിടെ നിൽക്കട്ടെ. ഹണിമൂൺ ട്രിപ്പ് എപ്പോഴാ പ്ലാൻ ചെയ്യുന്ന രണ്ടാളും? ആദ്യം ഞാൻ മലയ്ക്ക് പോയിട്ട് വരട്ടെ. അത് കഴിഞ്ഞ് അതേപ്പറ്റിയൊക്കെ സംസാരിക്കാം. ഞാനേ അടുക്കളയിൽ തകൃതിയായി പാചകം നടത്തിക്കൊണ്ടിരിക്കുവായിരുന്നു. മിക്കതും ഞാൻ ഒരുക്കിയിട്ടുണ്ട്. ഇനി പാചകം ഒന്നിച്ചാവാം. വിരുന്നുകാരിയെ കൊണ്ട് പാചകം ചെയ്യിക്കാണോ? ഞാൻ വിരുന്നുകാരി ഒന്നും അല്ല, വീട്ടുകാരി തന്നെയാ. ലേഖവാ.